السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള പഠിതാക്കളെ, സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂലുസ്സുന്ന എന്ന റിസാലയുടെ ഷറഹാണ് നാം നിർവഹിക്കുന്നത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദർസിൽ അള്ളാഹുവിൻ്റെ ഖദറിൽ, അതിൻ്റെ ഖൈറിലും ഷർറിലും വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം സംസാരിച്ചത്. ശേഷം മുഅല്ലിഫ് റഹിമഹുല്ല പറയുന്നത്, വൽ ഖുർആനു കലാമുല്ലാഹ് വലൈസ ബിമഖ്ലൂഖിൻ. വൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. വലൈസ ബിമഖ്ലൂഖിൻ, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല, സൃഷ്ടിയല്ല. ഖുർആനിനെ അള്ളാഹു സൃഷ്ടിച്ചതല്ല, അള്ളാഹുവിൻ്റെ കലാമാണ്. വലാ യദ്ഉഫു അൻ യഖൂല ലൈസ ബിമഖ്ലൂഖിൻ, അത് സൃഷ്ടിയല്ല എന്ന് തന്നെ വ്യക്തമാക്കി പറയുന്നതിൽ ദുർബലത കാണിക്കരുത്. ഫഇന്ന കലാമല്ലാഹ്, കാരണം അള്ളാഹുവിൻ്റെ കലാം ലൈസ ബിബാഇനിൻ മിൻഹു, അവനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല. ബാഇൻ എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുക. ലൈസ ബിബാഇനിൻ മിൻഹു, അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ സിഫത്താണ്, അള്ളാഹുവിൻ്റെ ഗുണമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അള്ളാഹുവിൽ നിന്ന് വേറിട്ട് നിൽക്കുകയില്ല, അത് അവൻ്റെ ദാത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഫഇന്ന കലാം അല്ലാഹ് ലൈസ ബിബാഇനിൻ മിൻഹു വലൈസ മിൻഹു ഷൈഉൻ മഖ്ലൂഖുൻ, അവനിൽ നിന്നുള്ള ഒന്നും സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ, ഇതൊന്നും തന്നെ എന്തല്ല, സൃഷ്ടിയല്ല. വലൈസ മിൻഹു ഷൈഉൻ മഖ്ലൂഖുൻ വ ഇയ്യാക വ മുനാവറത, അതുകൊണ്ട് തന്നെ നിങ്ങൾ സംവദിക്കുന്നത്, തർക്കിക്കുന്നത് ശ്രദ്ധിക്കണം. മൻ അഹ്ദസ ഫീഹി, അതിൽ പുതിയ ബിദഅത്തുകൾ കൊണ്ടുവന്നവരോട് നിങ്ങൾ തർക്കിക്കരുത്, അതിന് മെനക്കെടരുത്, അവരോട് മുനാവറ നടത്തരുത്. വമൻ ഖാല ബിൽ ലഫ്ളി വഗൈരിഹി, അതേപോലെ തന്നെ ലഫ്ളുമായി ബന്ധപ്പെട്ട് പറഞ്ഞവർ എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ അന്ന് ഇങ്ങനെ വാദിച്ചു, ചില ആളുകൾ പറഞ്ഞു ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. വേറെ ചില ആളുകൾ സാധാരണക്കാർക്കിടയിൽ ഇഷ്കാൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ പറഞ്ഞു ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, പക്ഷേ ഞാൻ പാരായണം ചെയ്യുന്ന, എന്നിൽ നിന്ന് വരുന്ന ഈ ലഫ്ളുകൾ, ആ ലഫ്ളുകൾ, ഖുർആൻ കൊണ്ടുള്ള ആ ലഫ്ളുകൾ എന്താണ്, മഖ്ലൂഖാണ്, അത് സൃഷ്ടിയാണ്. അപ്പോൾ പെട്ടെന്നൊരാളുടെ മനസ്സിലേക്ക് വരിക എന്താണ്, ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആനെ അല്ല ഉദ്ദേശം, അയാളുടെ സംസാരം അള്ളാഹു സൃഷ്ടിച്ചതാണല്ലോ. കാരണം മനുഷ്യൻ സൃഷ്ടിയാണ്, മനുഷ്യനിൽ നിന്നുള്ളതെല്ലാം എന്താണ്, സൃഷ്ടിയാണ്. അപ്പോൾ ഖുർആൻ കൊണ്ടുള്ള എൻ്റെ ലഫ്ള് അത് സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അള്ളാഹുവിൻ്റെ കലാം സൃഷ്ടിയല്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പോൾ ഇവർ ശരിയായ അഖീദയിലാണ്. അവർ ലഫ്ളി ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ടുള്ള എൻ്റെ അൽഫാളുകൾ മഖ്ലൂഖാണ്, അത് സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത് എന്ന് കേൾക്കുന്നവന് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അത്തരം ബിദ്അത്തിൻ്റെ ആളുകൾ, അതാണ് വമൻ ഖാല ബിൽ ലഫ്ളി വഗൈരിഹി എന്ന് പറഞ്ഞത്. ലഫ്ളും അതേപോലെ തന്നെ അതല്ലാത്ത ചില വാദങ്ങളും പറഞ്ഞവർ, അവരുമായി മുനാവറ വേണ്ട. അതേപോലെ തന്നെ വമൻ വഖഫ ഫീഹി, ചില ആളുകൾ അതിൽ തൗഖീഫിൻ്റെ നിലപാടെടുത്തു. എന്താണ് അവർ പറഞ്ഞത്, ഫഖാല ലാ അദ്രി മഖ്ലൂഖുൻ ഔ ലൈസ ബിമഖ്ലൂഖ്,
അത് സൃഷ്ടിയാണോ അല്ലേ, ഞാനൊന്നും പറയാനില്ല എന്ന് പറയുന്ന ആളുകൾ, അതും ശരിയല്ല. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സൃഷ്ടിയല്ല എന്ന് തന്നെ തുറന്നു പറയണം. അതാണ് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്, വലാ യദുഉഫു അൻ യഖൂല ലൈസ ബിമഖ്ലൂഖിൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറഞ്ഞ് നിർത്തരുത്, മറിച്ച് അത് ലൈസ ബിമഖ്ലൂഖിൻ എന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയണം, പ്രത്യേകിച്ച് ഫിത്ന ഉള്ളത്. അത് അദ്ദേഹം പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ചില ആളുകൾ വന്നിട്ട്, ചില ആളുകൾ അങ്ങനെയുണ്ട്, ഏത് വിഷയത്തിലും ഒരു തർക്കമുണ്ടായാൽ ഞാൻ അതാണോ ഇതാണോ ഞാനൊന്നും പറയുന്നില്ല, ചിലപ്പോൾ അതായിരിക്കാം, ചിലപ്പോൾ ഇതായിരിക്കാം, അതൊരു വലിയ കാര്യമാണ് എന്ന് ചില ആളുകൾ കരുതും. അത് ഒരു തരം നിഫാഖാണ്. അത് ജുസുഉൻ മിനൻ നിഫാഖ്, ഒന്നുകിൽ കാപട്യത്തിൻ്റെ അടയാളം, അല്ലെങ്കിൽ ജുസുഉൻ മിനൽ ജഹലിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഫഖാല ലാ അദ്രി മഖ്ലൂഖുൻ ഔ ലൈസ ബിമഖ്ലൂഖിൻ, സൃഷ്ടിയാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിലൊന്നും പറയാനില്ല എന്ന് പറയുന്നതും ബിദ്അത്താണ്. അതിൻ്റെ കൂടെയും നിൽക്കരുത്. കാരണം വ ഇന്നമാ ഹുവ കലാമുല്ലാഹ്, കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അതങ്ങനെ തന്നെ പറയണം. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒരു വഖഫിൻ്റെ നിലപാട് എന്താണ്, ഞാൻ രണ്ടും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഫഹാദ സ്വാഹിബു ബിദ്അത്തിൻ, അവൻ ബിദ്അത്തിൻ്റെ ആളാണ്. മിസ്ലു മൻ ഖാല ഹുവ മഖ്ലൂഖുൻ, അത് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞവനെ പോലെ തന്നെയാണ് ഇവനും. കാരണം ഇവനും വ്യക്തമാക്കുന്നില്ല ഇത് കലാമാണ് എന്ന്. അതുകൊണ്ട് അറിയുക, വ ഇന്നമാ ഹുവ കലാമുല്ലാഹ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ലൈസ ബി മഖ്ലൂഖിൻ, ഖുർആൻ സൃഷ്ടിയല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സൃഷ്ടിയല്ല, ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഈ റിസാലയിൽ കൊണ്ടുവരാനുള്ള കാരണം, ഈ വിഷയം അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ആര് ജീവിച്ചത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചത്. മാത്രമല്ല അദ്ദേഹം ജയിലിലടയ്ക്കപ്പെട്ടതും അതികഠിനമായ പീഡനങ്ങൾക്കും മറ്റും അദ്ദേഹം വിധേയമാക്കപ്പെട്ടത് ഖൽഖുൽ ഖുർആൻ, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന മെഹ്ന, വമ്പിച്ച പരീക്ഷണം, അതിനെതിരിൽ ശക്തമായി നിലകൊണ്ടതുകൊണ്ടാണ്. മറിച്ച് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. ഇവിടെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് ഖുർആൻ സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ കലാമല്ല എന്ന് പറയേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചേക്കാം. അവിടെയാണ് നമുക്ക് മുഅ്തസിലിയാക്കൾ, അതേപോലെ തന്നെ ഖവാരിജികളിൽപ്പെട്ടൊരു വിഭാഗം, അതേപോലെ തന്നെ ജഹ്മിയാക്കൾ, അതേപോലെ ഇബാദിയ്യ എന്ന് പറയുന്ന ടീം, ഇവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാകളിലും സിഫാത്തുകളിലും ഇൽഹാദ് നടത്തിയവരാണ്. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്മാകളെ, സിഫാത്തുകളെ ഒക്കെ പൂർണ്ണമായും നിഷേധിച്ചവരുണ്ട്, അസ്മാകളെ അംഗീകരിച്ചു സിഫാത്തുകളെ നിഷേധിച്ചവരുണ്ട്, ഏതാനും ചില സിഫത്തുകൾ മാത്രം സ്വീകരിച്ചു ബാക്കി തള്ളിക്കളഞ്ഞവരുണ്ട്. അപ്പോൾ മുഅ്തസിലിയാക്കളുടെ വാദപ്രകാരം അള്ളാഹുവിന് സിഫാത്തുണ്ടെന്ന് അംഗീകരിച്ചാൽ അത് രണ്ട് ദൈവത്തെ സ്ഥാപിക്കലാണ് എന്നവർ വാദിച്ചു. അപ്പോൾ എല്ലാം കാണുന്നവൻ, അപ്പോൾ എല്ലാം കാണുക, എല്ലാം കേൾക്കുക തുടങ്ങി റഹ്മാനായ റബ്ബിന് സിഫാത്തുകൾ പറഞ്ഞാൽ, അപ്പോൾ ആ സിഫാത്തും അതേപോലെ തന്നെ കാണുക എന്നുള്ളതും ഒരു സമ്പൂർണ്ണമായൊരവസ്ഥയാണ്, കേൾക്കുക എന്നുള്ളത് സമ്പൂർണ്ണമായ അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ സൃഷ്ടികൾക്കേ പറ്റുള്ളൂ. ദൈവത്തിനും അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഓരോ സിഫാത്തിനും അനുസരിച്ച് ഒരു അസ്തിത്വത്തെ തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അത് തൗഹീദിനെതിരാണ്, അത് തൗഹീദിനെതിരാണ്. അതുകൊണ്ട് തൗഹീദ് അംഗീകരിക്കുന്നവർ ദൈവത്തിൻ്റെ അത്തരം ഗുണങ്ങൾ അംഗീകരിക്കരുത്, അത് രണ്ട് ദൈവത്തെ സ്ഥാപിക്കലാണ് എന്നവർ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അവർ യുക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അത് സമർത്ഥിക്കാൻ ശ്രമിച്ചതെങ്കിലും സത്യത്തിൽ അതിന് യുക്തിയുമായും ബന്ധമില്ല. ഉദാഹരണത്തിന് വലില്ലാഹിൽ മസലുൽ അഅല, ഒരു വ്യക്തി, നമ്മളൊരു ഉദാഹരണത്തിന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഒരു വ്യക്തി, ആ വ്യക്തി നടക്കുന്നു, ആ വ്യക്തിക്ക് ഖുദറത്തുണ്ട്, ആ വ്യക്തി കാണുന്നു കേൾക്കുന്നു എന്നതുകൊണ്ട് ആ വ്യക്തി അയാളുടെ അസ്തിത്വത്തിൽ എണ്ണത്തിൽ വർദ്ധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു വ്യക്തിയുടെ, ആ വ്യക്തിയിൽ ഊട്ടപ്പെട്ട ഗുണങ്ങളാണ് പറയുന്നത്. ഒരു വ്യക്തി എല്ലാം കാണുന്നു എന്ന് പറയുമ്പോഴേക്ക് മറ്റൊരു ദാത്ത്, എല്ലാം കേൾക്കുന്നു, അപ്പോൾ തേർഡ് പേഴ്സൺ,
നടക്കുന്നു ഫോർത്ത് പേഴ്സൺ, ഇരിക്കുന്നു ഫിഫ്ത്ത് പേഴ്സൺ, അങ്ങനെ ഉണ്ടോ? ഇല്ല. ഒരു പേഴ്സൻ്റെ സിഫാത്തുകളാണത്. അത് ആ പേഴ്സണിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല, അയാളുടെ ഭാഗമാണല്ലോ. എങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഉപമയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത്. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, ആ സിഫാത്തുകളെ കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അസ്മാകൾ പോലും. അള്ളാഹുവിൻ്റെ എല്ലാ അസ്മായിലും ഒരു സിഫത്തുണ്ട്, എന്നാൽ എല്ലാ സിഫത്തിനും അനുസരിച്ച് എന്തില്ല? ഇസ്മില്ല. ശരി. അപ്പം അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഫഇന്ന കലാമല്ലാഹി ലൈസ ബിബാഇനിൻ മിൻഹു. അള്ളാഹുവിൻ്റെ കലാം എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല. വലൈസ മിൻഹു ഷൈഉൻ മഖ്ലൂഖുൻ, അവനിൽ നിന്നുള്ള ഒന്നും സൃഷ്ടിയല്ല. അത് അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്. അള്ളാഹുവിൻ്റെ സിഫത്ത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാവുന്നത്? അതൊരിക്കലും സംഭവിക്കുകയില്ല. അപ്പോൾ മുഅ്തസിലിയാക്കളായ ആളുകൾ, ഖവാരിജുകളിൽപ്പെട്ടൊരു വിഭാഗം ജഹ്മിയാക്കളൊക്കെ പരിപൂർണമായും അള്ളാഹുവിൻ്റെ സിഫാത്തിനെ നിഷേധിക്കുകയാണ്. അതൊക്കെ മറ്റു പലരിൽ നിന്നും കടമെടുത്തതാണ്. ഹൈന്ദവരിൽ നിന്ന് വരെ അതെടുത്തിട്ടുണ്ട്. കാരണം ഹൈന്ദവ വിശ്വാസപ്രകാരം, ചില വിശ്വാസപ്രകാരം നിർഗുണ പരബ്രഹ്മം എന്നാണ്. ദൈവത്തിന് ഗുണങ്ങളില്ല. ഗുണങ്ങൾ പറഞ്ഞാൽ അത് സൃഷ്ടിനോട് തുലനപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഗുണങ്ങൾ പറയരുത്. എല്ലാം കാണുക, കേൾക്കുക, അല്ലെങ്കിൽ കാണുക, കേൾക്കുക, സംസാരിക്കുക, ഇതൊക്കെ സൃഷ്ടികളുടെ സിഫാത്താണ്. അത് ദൈവത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമന്മാരെ സ്ഥാപിക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ദൈവത്തെ സൃഷ്ടികളോട് തുലനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇങ്ങനെ തൗഹീദിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാണ് ഇവർ ഇത് കൊണ്ടുവന്നത്. സത്യത്തിൽ അവർ ഏറ്റവും വലിയ തൗഹീദിൻ്റെ നിഷേധികളായി, തൗഹീദുൽ അസ്മാ വ സിഫാത്തിനെ നിഷേധിക്കുന്ന ആളുകളായി മാറി. നോക്കൂ, പിശാച് മനുഷ്യനെ വഞ്ചിച്ച് അവൻ്റെ ബുദ്ധിക്കും യുക്തിക്കും പ്രാധാന്യം കൊടുക്കുന്ന ചിന്തകൾ അവനിൽ കൊടുത്തിട്ട് അവസാനം അവൻ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്ന ഗുരുതരമായ വാദങ്ങൾ പറയുന്നിടത്തിലേക്ക് ഒരാൾ എത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ, അതവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരെന്ത് പറഞ്ഞു? അള്ളാഹുവിന് കലാമില്ല, സംസാരിക്കുക എന്ന സിഫത്ത് അള്ളാഹുവിനില്ല. അങ്ങനെ ഉണ്ടെങ്കിലേ ഖുർആൻ കലാമാണെന്ന് അംഗീകരിക്കുന്നതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് സംസാരം എന്ന സിഫത്ത് അള്ളാഹുവിനില്ലാത്തത് കൊണ്ട് തന്നെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നവർ വാദിച്ചു. അതല്ലാതെ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന ഒരു പുതിയ വാദമല്ല, മറിച്ച് അവരുടെ അഖീദയിൽ നിന്നുണ്ടായ ബൈ പ്രൊഡക്റ്റാണെന്ത്? ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം. കാരണം അവരുടെ അഖീദയിൽ എന്താ ഉള്ളത്? അള്ളാഹുവിന് കലാം എന്നുള്ള സിഫത്ത് അംഗീകരിച്ചു കൊടുക്കുക സാധ്യമല്ല എന്നിടത്താണ്. ഈ വാദം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്തായിരുന്നാലും ശരി, അബ്ബാസിയ കാലഘട്ടത്തിൽ അന്നത്തെ ഖലീഫമാരായിരുന്ന ഖലീഫ മഅ്മൂൻ, അതേപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള വാസിഖ്, അതേപോലെ തന്നെ മുഅ്തസിം തുടങ്ങിയ അബ്ബാസിയ കാലഘട്ടത്തിലെ ഖലീഫമാരാണ് ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഹിജറ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് ഇത് ശക്തമായിട്ടുള്ളത്. അവിടെ പറയപ്പെട്ടിട്ടുള്ളത് ചില അഭിപ്രായ പ്രകാരം ബിശ്ർ ഇബ്നു ഖയാസ് അൽ മരീസി അൽ മുഅ്തസിലിയായ ബിശ്ർ ഇബ്നു ഖയാസ് അൽ മരീസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അൽ മുരീസി എന്ന് പറയുന്ന ആളാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ജഅദ് ഇബ്നു ദിർഹമാണ് എന്നും ജഹ്മു ഇബ്നു സഫ്വാനാണ് എന്നും, ഒന്ന് ജഅദ് ഇബ്നു ദിർഹം, അതല്ല അൽ ജഹ്മു ഇബ്നു സഫ്വാനാണ് എന്ന അഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും ശരി, ഇവർ 3 പേരുമൊക്കെ ഇതിന് വളരെ ശക്തമായ നേതൃത്വം നൽകിയവരാണ്. മുഅ്തസിലിയാക്കളിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. ജഹ്മിയാക്കളും അതേപോലെ തന്നെ ഖവാരിജുകളിൽപ്പെട്ടവരും ഇത് വാദിച്ചിട്ടുണ്ട്. അപ്പോൾ അബ്ബാസിയ കാലഘട്ടത്തിൽ ഖലീഫമാർ കൂടി ഈ ആദർശം ഏറ്റെടുത്തപ്പോൾ, കാരണം കൊട്ടാരത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഈ വാദക്കാരായിരുന്നു. അപ്പോൾ ഖലീഫ മഅ്മൂനാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചത്. അതിനെതിരിൽ വാദിച്ച ആളുകളൊക്കെ അദ്ദേഹം ഭരണത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഖാദി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി പലരെയും ജയിലിൽ അടച്ചു. ചില ആളുകൾ അവർ വധിച്ചു കളഞ്ഞു, പലരെയും നാട് കടത്തി. അങ്ങനെ പല നിലക്കും അവർ ളുൽമുണ്ടാക്കി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾക്ക് വമ്പിച്ച ഉപദ്രവമുണ്ടാവുകയും മുഅ്തസിലിയാക്കൾക്ക് സ്വാധീനമുണ്ടാവുകയും ചെയ്തു. കാരണം ഭരണത്തിലിരിക്കുന്ന ഖലീഫമാരുടെ ആദർശം മാറിയാൽ അത് വമ്പിച്ച ഫിത്നയ്ക്ക് കാരണമായി തീരുമല്ലോ. അങ്ങനെ വളരെ ശക്തമായി ബിദ്അത്തിൻ്റെ ആളുകൾക്കൊരു സ്വാധീനമുണ്ടാവുകയും അഹ്ലുസുന്നയുടെ ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടാവുകയും പണ്ഡിതന്മാരായ ആളുകളെ അവർ പ്രത്യേകം ശരിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു.
മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പാറ പോലെ ഉറച്ചു നിന്നു. അദ്ദേഹം ഖലീഫമാരുമായി സംവദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുനാളറ എന്നുള്ളത് സാധാരണ നിലക്ക് ഒരാവശ്യവുമില്ലാതെ സാധാരണക്കാരോട് തർക്കിക്കുന്നത് പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ സമയത്ത് നിർണായകമായ സദസ്സുകളിൽ അദ്ദേഹം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്ന് കാണുന്ന പോലുള്ള വാദപ്രതിവാദമല്ല, മറിച്ച് അദ്ദേഹം കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുത്തു. ഖലീഫ ചോദ്യം ചോദിക്കും, അദ്ദേഹം ഉത്തരം പറയും. അപ്പോൾ സദസ്സിലുള്ള ഖൽഖുൽ ഖുർആൻ വാദിക്കുന്ന ആളുകളോട് ഖണ്ഡിക്കാൻ പറയും. അവർ ഖണ്ഡിക്കുമ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് റദ്ദ് പറയും. പലപ്പോഴും അവർക്ക് ഉത്തരം മുട്ടിപ്പോവാറാണ് പതിവ്. അങ്ങനെ വീണ്ടും ജയിലിൽ അടയ്ക്കും, അടിക്കും, പല നിലക്കും അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അവസാന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കൊന്നുകളയുക എന്നുള്ള നിലക്ക് ചാട്ടവാറ കൊണ്ട് അടിക്കാൻ വിചാരിച്ചു. 10 അടി കൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കൊന്നുകളയാമെന്ന് വരെ അവർ തീരുമാനിച്ചു. അങ്ങനെ അടിച്ച സന്ദർഭത്തിൽ അവസാനം അദ്ദേഹത്തോട് കാരുണ്യം തോന്നിയ അടിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ചെവിയിൽ പറഞ്ഞാൽ മതി, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് എൻ്റെ ചെവിയിൽ പറഞ്ഞാൽ ഞാനത് ഖലീഫനോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശുപാർശ പറയാം. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് പറഞ്ഞത്, എങ്കിൽ വേറെ ആരും കേൾക്കണ്ട, ഖലീഫ കേൾക്കണ്ട, നീ എൻ്റെ ചെവിയിൽ പറയ്, ഖുർആൻ ഖൽഖാണ്, മഖ്ലൂഖാണ് എന്ന് നബിയോ സ്വഹാബികളോ പറഞ്ഞതിൻ്റെ ഒരു തെളിവ് പറയും, എൻ്റെ ചെവിയിൽ പറഞ്ഞാൽ മതി എന്ന് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ആ നിർണായക ഘട്ടത്തിൽ പോലും അവസാനം അവർ വിചാരിച്ച രൂപത്തിൽ അദ്ദേഹം മരണപ്പെട്ടതൊന്നുമില്ല, വീണ്ടും ജയിലിൽ അടച്ചു. പിന്നീട് അവരൊക്കെ മരണപ്പെടുകയും മുത്തവക്കിൽ എന്ന് പറയുന്ന ഖലീഫ വരികയും അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോട് ഇഷ്ടമുള്ള ആളായിരുന്നു അദ്ദേഹം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാദം അദ്ദേഹം നല്ല നിലക്ക് കേൾക്കാൻ തീരുമാനിച്ചു. ആ വാദം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ അഹ്ലുസുന്നയുടെ ആളുകൾക്ക് ആശ്വാസമുണ്ടായി. ബിദ്അത്തിൻ്റെ ആളുകളെല്ലാം അദ്ദേഹം നേരത്തെ ചെയ്തതുപോലെ അവരിൽ വലിയ അക്രമം കാണിച്ച ആളുകളെയൊക്കെ ജയിലിലടയ്ക്കുകയും നാട് കടത്തുകയും ചിലരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വളരെ വലിയ വളർച്ചയുണ്ടായി. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെ കടുത്ത പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ അഹ്ലുസുന്നക്ക് സാധിച്ചു. അതേപോലെ തന്നെ പിന്നീട് അതിന് വിജയമുണ്ടാകുന്നതുവരെ അദ്ദേഹം പോരാടി. അതുകൊണ്ടാണ് അദ്ദേഹം ഇമാമു അഹ്ലിസുന്ന, അഹ്ലുസുന്നയുടെ ഇമാം എന്നറിയപ്പെട്ടത്. തൻ്റെ റിസാലയിൽ അദ്ദേഹം ഇക്കാര്യം പ്രത്യേകം പരാമർശിക്കാനുള്ള കാരണവും അതുതന്നെയാണ്. കാരണം ഖൽഖുൽ ഖുർആൻ എന്നുള്ളത് അതിനുവേണ്ടി മാത്രം ഉണ്ടായ ഒരു വാദമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുന്ന പ്രവണത മുഅ്തസിലിയാക്കളിൽ നിന്നുണ്ടായി. തൗഹീദിനെ സംരക്ഷിക്കുക എന്ന പേരിൽ ഏറ്റവും വലിയ ശിർക്കിൽ അവർ അകപ്പെട്ടു. ഇന്നും നമ്മുടെ നാട്ടിൽ ചില ആളുകളെ കാണാം, തൗഹീദിനെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് അതിനേക്കാൾ വലിയ ഗുരുതരമായ അഖീദാപരമായ പിഴവിലാണ് അവർ പെട്ടിട്ടുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രാമാണികരായ പണ്ഡിതന്മാരെ തള്ളി കുറച്ച് വായാടികളായ ആളുകൾ ദീന് പറയാൻ തുടങ്ങിയപ്പോൾ അവർ വലിയ പ്രയാസത്തിലാണ് അകപ്പെട്ടിട്ടുള്ളത്. ഇത് എക്കാലഘട്ടത്തിലും ബിദ്അത്തിൻ്റെ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉലമാക്കളിൽ നിന്ന് ദീന് പഠിക്കാതെ, ആലിമീങ്ങളിൽ നിന്ന് അഖീദ പഠിക്കാതെ സ്വന്തം നിലക്ക് തൗഹീദിനെ വ്യാഖ്യാനിച്ചാൽ അതിനേക്കാൾ അപ്പുറത്തുള്ള ഷിർക്കിൻ്റെ വിശ്വാസങ്ങളിലാണ് അവർ എത്തപ്പെടുക. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്നതിന് അൽഹംദുലില്ലാ നമുക്ക് ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും. അതിലൊന്ന് നിങ്ങൾ നോക്കൂ, സൂറത്തു തൗബയിലെ 6-ാമത്തെ ആയത്തിൽ കാണാം, വഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാം അല്ലാഹ്. വളരെ വാളിഹാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. മുശ്രിക്കീങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളോട് അഭയം തേടിയാൽ നിങ്ങൾ അവർക്ക് അഭയം നൽകണം. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാം അവർ കേൾക്കട്ടെ എന്നാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിനെ അള്ളാഹുവിൻ്റെ കലാം എന്നാണ് വിശേഷിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, അല്ലാതെ സൃഷ്ടിയല്ല. അതേപോലെ തന്നെ അള്ളാഹു സംസാരിക്കുമോ? സൂറത്തുൽ അറാഫിലെ 143 അള്ളാഹുവിൻ്റെ ആ സിഫത്ത് സ്ഥിരപ്പെട്ടതാണ്. വലമ്മ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു. അള്ളാഹു സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് സൃഷ്ടിയാവുക? ഒരിക്കലും സൃഷ്ടിയാവൂല. വകല്ലമഹു റബ്ബുഹു, അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചു.
അതൊരിക്കലും സൃഷ്ടിയാവുകയില്ല. അള്ളാഹുവിൻ്റെ സിഫത്താണത്. സൂറത്തു നിസായിലെ 164 കാണാം, അത് സൃഷ്ടിയല്ല, സംസാരം തന്നെയാണ്. വക്കല്ലം അല്ലാഹു മൂസ തക്ലീമ, വക്കല്ലം അല്ലാഹു മൂസ തക്ലീമ. അത് കലാമുകളാണ്. അതങ്ങനെ തന്നെ. അതിൻ്റെ മസ്ദർ ഉപയോഗിച്ച് പറഞ്ഞാൽ അതിനെ തഅക്കീദ് ചെയ്യാൻ വേണ്ടിയാണ്. വക്കല്ലം അല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാലും ആശയം റെഡിയാണ്. പക്ഷേ വക്കല്ലം അല്ലാഹു മൂസ തക്ലീമ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്, അത് സംസാരം തന്നെയാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളുടെ ആരാധ്യതയെ നിഷേധിക്കുന്നിടത്ത് അള്ളാഹു അവർക്ക് പറഞ്ഞ ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറയുന്നത് അവർ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അഫലാ യറൗന അല്ലാ യർജിഉ ഇലൈഹിം ഖൗല വലാ യംലികു ലഹും ദർറൻ വലാ നഫഅ. ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവർ കണ്ടില്ലേ, അവരൊന്നും തിരിച്ചു പറയുന്നില്ലല്ലോ, അവരൊന്നും തിരിച്ചു പറയുന്നില്ലല്ലോ. അഫലാ യറൗന അല്ലാ യർജിഉ ഇലൈഹിം ഖൗല വലാ യംലികു ലഹും ദർറൻ വലാ നഫഅ. ഉപകാരോപദ്രവം അവർ അധീനപ്പെടുത്തുന്നില്ല. അപ്പോൾ സംസാരിക്കാതിരിക്കുക എന്നുള്ള ഡിഫക്റ്റാണ്. അള്ളാഹു അതിൽ നിന്ന് ഉന്നതനാണ്. സൂറത്തുൽ കഹ്ഫിലെ 109 കാണാം, ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ബികലിമാത്തി റബ്ബി. എൻ്റെ റബ്ബിൻ്റെ കലിമാത്തുകൾ എഴുതാൻ സമുദ്രത്തെ മഷിയാക്കിയാൽ. തുടർന്നുള്ള ആയത്തും അതിൻ്റെ ഭാഗങ്ങൾ നമുക്കറിയാം. അവിടെ കലിമാത്ത് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സൃഷ്ടി വേറെ, അള്ളാഹുവിൻ്റെ കലാമ് വേറെ എന്ന് വേർതിരിച്ച് പറയുന്ന ആയത്താണ് സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ ആയത്ത്. അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ ഖൽഖ് വേറെ, അംർ വേറെ. അപ്പോൾ അംർ വേറെയാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംറു. അവൻ കൽപ്പിക്കുന്നു, അപ്പോൾ സൃഷ്ടി ഉണ്ടാകുന്നു. അപ്പോൾ കൽപ്പിക്കൽ സൃഷ്ടിയല്ല, അത് അവൻ്റെ കലാമാണ്. അത് മറ്റ് ആയത്തുകളിൽ കാണാം, വഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകുൻ. ഒരു കാര്യം അള്ളാഹു തീരുമാനിച്ചാൽ കുൻ എന്ന് പറയുമ്പോൾ അതുണ്ടാകുന്നു. അപ്പോൾ കുൻ എന്നുള്ള ആ കലിമത്ത് ഉണ്ടായതല്ല, അത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. കുൻ എന്ന് പറയുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. അപ്പോൾ കലാം എന്തല്ല, സൃഷ്ടിയല്ല എന്നൊക്കെ ഇത്തരം ആയത്തുകളിൽ നിന്ന് വളരെ ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ ഗ്രന്ഥകർത്താവ് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നത് വൽ ഖുർആനു കലാമുല്ലാ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. വലൈസ ബി മഖ്ലൂഖിൻ, ഒരു കാരണവശാലും മഖ്ലൂഖല്ല. വലാ യദ്ഉഫു അൻ യഖൂല ലൈസ ബി മഖ്ലൂഖിൻ, അത് സൃഷ്ടിയല്ല എന്ന് തന്നെ നിങ്ങൾ വ്യക്തമാക്കി പറയണം. കാരണം മുഅ്തസിലിയാക്കൾ അന്ന് മറ്റൊരു തന്ത്രമെടുത്തു. അവർ പറഞ്ഞു, ഞങ്ങളും അംഗീകരിക്കുന്നു ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ഞങ്ങളും അംഗീകരിക്കുന്നു ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. കാരണം കലാമുല്ലാ എന്ന് ഖുർആനിലുണ്ട്, അതിനെ അവർക്ക് ഖണ്ഡിക്കാൻ പറ്റൂല. ഖുർആനിലുള്ളതാണ് കലാമുള്ള. അപ്പോൾ അവരെന്ത് പറഞ്ഞു? നാഖത്തുള്ള എന്ന് ഖുർആനിലില്ലേ? നാഖത്തുള്ള, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് കരുതി ഒട്ടകം സൃഷ്ടിയല്ല എന്നാണോ? അല്ല. അതേപോലെ തന്നെ ബൈത്തുള്ള, അള്ളാഹുവിൻ്റെ വീട് മസ്ജിദിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കരുതി മസ്ജിദ് സൃഷ്ടിയല്ല എന്നാണോ? അതേപോലെ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടതിനൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയും. ഖുർആൻ എന്ന സൃഷ്ടിയെ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് കലാമുള്ള എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവരൊരു ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് കലാമാണെന്ന് അംഗീകരിക്കുന്നു എന്ന് പറയും. അവിടെയാണ് ഗ്രന്ഥകർത്താവ് പറഞ്ഞത്, അത്തരം ഫിത്നകളുള്ള കാലഘട്ടത്തിൽ ഇത് വാളിഹാക്കി പറയണം. നിങ്ങൾ അഹ്ലുസുന്നയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി പറയണം. അവിടെ ഒന്നും ഒളിപ്പിച്ച് വെക്കുന്ന ഒരവസ്ഥയോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നാനും പാടില്ലാത്ത വിധം നമ്മുടെ അഖീദ വാളിഹായിരിക്കണം, വ്യക്തമായിരിക്കണം. ഒരു അഴകൊയമ്പൻ നിലപാട് പാടില്ല. അതുകൊണ്ട് തന്നെ അൽ ഖുർആനു കലാമുല്ലാഹ് ലൈസ ബി മഖ്ലൂഖിൻ, അഹ്ലുസുന്നത് മുഴുവൻ പറയണം. കാരണം ഫഇന്ന കലാമല്ലാഹി ലൈസ ബിബാഇൻ മിൻഹു വലൈസ മിൻഹു ശൈഉൻ മഖ്ലൂഖുൻ വഇയ്യാക വമുനാളറത മൻ അഹ്ദസ ഫീഹി. ഇനി അതിൽ തന്നെ ഈ വാദത്തിൽ ഖുർആൻ്റെ വിഷയത്തിൽ ഈ ബിദ്അത്തുകളൊക്കെ കൊണ്ടുവന്നവരിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല എന്ന് പറയുമ്പോൾ, സൃഷ്ടിയാണെന്ന് പറയുമ്പോഴുള്ള പ്രശ്നം വിചാരിച്ചിട്ട് ചില ആളുകൾ പറഞ്ഞു, വമൻ ഖാല ബിൽ ലഫ്ളി വഗൈരിഹി ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖുൻ, ഖുർആൻ കൊണ്ടുള്ള എൻ്റെ അൽഫാളുകൾ മഖ്ലൂഖാണ്. അപ്പോഴും വായിക്കപ്പെട്ടത് മഖ്ലൂഖാണ് എന്നിടത്തേക്കാണ് അവരെത്തുന്നത്. നേരെ മറിച്ച് ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അഥവാ ഒരാൾ പറയുകയാണ് കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി, കാരണം അപ്പം നിങ്ങളും സ്രഷ്ടാവാണോ എന്നാരെങ്കിലും ചോദിക്കുന്ന അവസ്ഥയെ ഒഴിവാക്കാൻ വേണ്ടി, എൻ്റെ സംസാരം ചുണ്ടുകൊണ്ടും നാവ് കൊണ്ടുമാണല്ലോ ഒരാൾ സംസാരിക്കുന്നത്. നാവ് കൊണ്ടും ചുണ്ടുകൊണ്ടുമാണ് വലിസാനൻ വശഫത്തൈൻ ഒരാൾ സംസാരിക്കുന്നത്. അത് മഖ്ലൂഖല്ലേ?
മഖ്ലൂക്കാണ്. അതിൽ നിന്ന് പുറത്തു വരുന്ന സൗണ്ട് മഖ്ലൂക്കല്ലേ, അതും മഖ്ലൂക്കാണ്. പക്ഷേ ഓതപ്പെട്ട ഖുർആൻ കലാമുള്ള അള്ളാഹുവിൻ്റെ കലാമാണ്. എന്നാൽ അവരുദ്ദേശിച്ചത് എന്താണ്? ആ ഓതപ്പെടുന്ന, നമ്മൾ ഓതുന്ന ഖുർആൻ മഖ്ലൂക്കാണ്. അള്ളാഹു ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ ഓതിയിട്ട് പുറത്തു വരുന്നത് അത് സൃഷ്ടിയാണ് എന്നവർ വാദിച്ചു. അത് തെറ്റാണ്. അത് വലിയ ആശയക്കുഴപ്പം ആളുകളിൽ ഉണ്ടാകും. ചില മഹാപണ്ഡിതന്മാരെ വരെ പലരും തെറ്റിദ്ധരിക്കാൻ വരെ അത് കാരണമായി തീർന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു വേർഡ് പറയേണ്ടത് ബിദഅത്താണ്. അത്തരമൊരു വേർഡ് പറയണ്ട. എന്നാൽ താൻ സ്രഷ്ടാവാണ് എന്നാരും കരുതുകയും വേണ്ട. അപ്പോൾ ഖുർആൻ കൊണ്ടുള്ള എൻ്റെ ലഫ്ള് അത് മഖ്ലൂക്കാണ് തുടങ്ങിയ വാക്കുകളൊക്കെ ഉപേക്ഷിക്കുക. അതൊക്കെ തക്കല്ലുഫാണ്. അങ്ങോട്ടൊന്നും പോകണ്ട. നബിയോ സഹാബികളോ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലർ ദുരുപയോഗം ചെയ്തപ്പോൾ റദ്ദ് പറയേണ്ടി വന്നു എന്ന് മാത്രം, അല്ലാത്ത നിലക്കത് പറയരുത്. അതേപോലെ തന്നെ വമൻ വഖഫ ഫീഹി ഫഖാല ലാ അദ്രി മഖ്ലൂഖുൻ ഔ ലൈസ ബി മഖ്ലൂഖിൻ, അതേപോലെ അത് സൃഷ്ടിയാണോ അല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല, രണ്ട് കൂട്ടരെടുത്തും തെളിവുണ്ട് എന്നൊക്കെ പറയുന്ന എല്ലാ കാലത്തും അങ്ങനെ ചില ആളുകളുണ്ട്. അവർ അയകുഴമ്പൻ നിലപാടിൻ്റെ ആളുകളാണ്. അഹ്ലുസുന്നക്ക് അത് ശീലമില്ല. അഹ്ലുസുന്ന അവരുടെ അഖീദ എന്താണെന്ന് വാദിഹാക്കും, കൃത്യമായി വ്യക്തമാക്കി പറയും. അതുകൊണ്ട് തന്നെ പറയണം, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ലൈസ ബി മഖ്ലൂഖ്, അത് സൃഷ്ടിയല്ല എന്ന് തന്നെ പറയണം. ഈ നിലക്കുള്ള വാക്കുകളൊക്കെ പറയുന്നവർ വ ഇന്നമാ ഹുവ കലാമുല്ലാഹ് ഫഹാദ സാഹിബു ബിദ്അ, ബിദ്അത്തിൻ്റെ ആളുകളാണ്. വഖഫ് കൊണ്ട് ഞാൻ അതുമില്ല ഇതുമില്ല എന്ന് പറയുന്ന ആളുകൾ. അതുകൊണ്ട് അത്തരം നിലപാടുകളൊന്നും പാടില്ല. മിസ്ലു മൻ ഖാല ഹുവ മഖ്ലൂഖുൻ, ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്നതിന് തുല്യമാണ് ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്, അല്ലെങ്കിൽ ഞാനതിൽ തവക്കുഫാണ് എന്ന് പറയുക. അത്തരം കാര്യങ്ങളൊക്കെ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. മറിച്ച് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന് തന്നെ, കലാമുല്ലാഹി ലൈസ ബി മഖ്ലൂഖിൻ എന്ന് തന്നെ കൃത്യമായി പറയേണ്ടതുണ്ട്. അത് കലാമാണ് എന്നതിന് ധാരാളം തെളിവുകൾ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാം, ഹദീസുകളിലും ധാരാളമായി അത് വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഈ വിഷയത്തിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പീഡിപ്പിക്കപ്പെട്ടത്. അഹ്ലുസുന്നയുടെ ഇമാമാണെന്ന് അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണം പോലും ഈ വിഷയത്തിലെടുത്ത ശക്തമായ നിലപാടാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല സൃഷ്ടിയാണെന്ന് പറഞ്ഞവരുടെ അഖീദയിലുള്ള പിഴവ് കൊണ്ടാണ്, അഥവാ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട അവരുടെ പിഴച്ച വാദം കൊണ്ടാണ് ഇതും അവർക്ക് പറയേണ്ടി വന്നത്. അത്തരത്തിലുള്ള വാദങ്ങളിൽ നിന്നും അഖീദകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജും അഖീദയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക. ഹാദാ വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.